ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലാക്കി തിരിച്ചെത്തുന്ന അലീന വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ബബിതയ്ക്കും കൃഷ്ണയ്ക്കും കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഗോവർദ്ധനെ വിളിച്ച വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഹരിയുണ്ട്, വേറെ 2 പയ്യന്മാരുണ്ട്. എന്തായാലും ഗോവർദ്ധന അങ്കിള് പോലീസ് സ്റ്റേഷനിൽ പോയി കേസിന്റെ വിവരങ്ങൾ അന്വേഷിക്കണം. ആ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. കേസ് അപ്പൊ സ്ട്രോങ് ആവാനാണ് സാധ്യത കൂടുതൽ. എന്നാലും രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴികൾ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട് ഗോവർദ്ധൻ ആകെ ഞെട്ടി നിൽക്കുകയാണ്. പിന്നെ ഗോവർദ്ധൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഷോപ്പുകളൊക്കെ തുറന്നതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഷോപ്പുകളൊന്നും തന്നെ ഇന്ന് തുറക്കണ്ട, ഇനി ഒരാഴ്ചത്തേക്ക് തുറക്കണ്ട, കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ് അങ്കിളെ, അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് തുറക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ഗോവർദ്ധൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ബാലചന്ദ്രനെ കാണുന്നുണ്ട്. ബാലചന്ദ്രനോട് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സുഖപ്പെട്ടില്ലേ ബാലേട്ട, അപ്പോ കുറച്ച് ആശ്വാസമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആശ്വാസവും അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത്രയും തകർന്ന നിലയിൽ, അത്രയും തകർന്ന ഒരു അച്ഛനായിട്ടാണ് ബാലചന്ദ്രൻ അവിടെ കിടക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രനോട് അലീന ഇങ്ങനെ ഷോപ്പുകളൊന്നും തുറക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഗോവർദ്ധൻ പറയുമ്പോൾ അതുപോലെ ചെയ്തോളാൻ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ട് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, എന്താ ബാലേട്ട ചെയ്യേണ്ടത്, കേസിന്റെ ഗതി കുറച്ച് സീരിയസ് ആണ്, രോഹിത്തിനെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം, ജാമ്യത്തിൽ ഇറക്കണ്ടെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്, പക്ഷെ ഞാനൊരു അച്ഛനല്ലേടോ, എങ്ങനെ എനിക്ക് അങ്ങനെ വിചാരിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ വിങ്ങുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രന്റെ കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോ ഗോവർദ്ധൻ പറയുന്നുണ്ട്, എന്തായാലും ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല, എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം ബാലേട്ട. അതല്ല, അതിനു മുന്നേ പോലീസുകാർക്ക് എന്തെങ്കിലും കൈമടക്ക് കൊടുത്തു കഴിഞ്ഞാൽ രോഹിത്തിന് ജയിലിൽ വെച്ചുള്ള അടി ഒഴിവായി കിട്ടും, അല്ലെങ്കിൽ അവർ ഇഞ്ചി ചതക്കുന്നത് പോലെ ആ പയ്യൻ നമ്മുടെ കുട്ടീനെ തല്ലി ചതയ്ക്കുന്നു പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ചതക്കട്ടെ, കിട്ടുന്നിടത്തോളം അവന് കിട്ടട്ടെ, അതിനുവേണ്ടി ഒരു നയാ പൈസ ഞാൻ ചെലവാക്കില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. കുറച്ചടി അവന് കിട്ടേണ്ടത് തന്നെയാണ് എന്നൊരു വിചാരത്തിൽ പറയുന്നുണ്ട്. എന്നാലും മനസ്സിൽ അയാൾക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രന്റെ അഡ്വൈസ് ഒക്കെ കിട്ടിയതിന് ശേഷം നേരെ ഗോവർദ്ധൻ പോകുന്നത് അലീനയെ കാണാൻ നെടുമ്പുരക്കൽ വീട്ടിലേക്കാണ്. അവിടെയാണ് വെച്ചാൽ അലീന രോഹിത്തിന്റെ മുറിയെല്ലാം പരിശോധിക്കുന്നുണ്ട്. മുറിയെല്ലാം അവള് അരിച്ചു പെറുക്കുന്നുണ്ട്. അരിച്ചു പെറുക്കി അതിന്ന് കുറച്ച് അശ്ലീല വീഡിയോസ് ഉള്ള പെൻ ഡ്രൈവുകളും കുറച്ച് ഫോട്ടോസും ബുക്സ് ഒക്കെ അവൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എല്ലാം ഒരു കാർഡ്ബോർഡ് പെട്ടിയിലാക്കിയിട്ട് തിരിച്ചിറങ്ങി വരുന്ന സമയത്താണ് ഗോവർദ്ധനെ കാണുക കേട്ടോ. അപ്പൊ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ രോഹിത്തിന്റെ മുറിയിൽ കാണിക്കുന്നത്, എന്താ നീ ഇവിടെ തിരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഗോവർദ്ധനോട് അത് തുറന്നു പറയാനൊരു മടിയുണ്ടായിരുന്നു. നേരെ ഗോവർദ്ധന്റെ മുന്നിലേക്ക് ആ കാർഡ്ബോർഡ് ബോക്സ് നീട്ടി കൊടുക്കുകയാണ് അലീന ചെയ്യുന്നത് കേട്ടോ. അത് കണ്ടതും ഗോവർദ്ധൻ അതിലേക്ക് നോക്കിയിട്ട് പറയും, ഇതൊക്കെ ഇവിടുന്ന് കിട്ടിയതാണോ ചോദിക്കുമ്പോൾ അതെ, പോലീസുകാരെങ്ങാനും വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇതൊരു തെളിവായി എടുക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ മുൻകൂട്ടി ഒക്കെ ഒന്ന് നോക്കിയതാണ്. പോലീസുകാർ വരുമ്പോൾ അവന്റെ റൂമിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടാൻ പാടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കേസിനെ സ്ട്രോങ് ആക്കുക ചെയ്യുള്ളൂ. ഇനി രോഹിത് അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അവൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് അങ്കിളെ. ചിലപ്പോ അവൻ ഹരിയുടെ കൂടെ വെറുതെ പോയിട്ടേ ഉണ്ടാവുള്ളൂ. ഹരിയുടെ വാക്കുകളൊക്കെ കേട്ട് പ്രലോഭനങ്ങളിൽ വീണിട്ട് ചിലപ്പോ അവൻ വെറുതെ പോയിട്ടേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ അവൻ അതിനൊന്നും പങ്കാളി ആയിട്ടുണ്ടാവില്ല. സത്യം നമുക്ക് അറിയില്ലല്ലോ. അതറിയുന്നത് വരെ ഈ തെളിവുകളൊന്നും ഈ ഒരു കാര്യത്തിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടരുത് എന്ന് ഗോവർദ്ധനോട് അലീന പറയുന്നുണ്ട്. അങ്കിളെ എത്രയും പെട്ടെന്ന് ഇതാരും അറിയാതെ നശിപ്പിച്ച് കളയണം, മറക്കരുതെന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനെ ഏൽപ്പിക്കുന്നുണ്ട്. അത് ഗോവർദ്ധൻ മേടിക്കുന്നുണ്ട്. എന്നിട്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഞാൻ കേസിന്റെ ഗതികളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്, ജാമ്യം കിട്ടാൻ കുറച്ച് പാടാണ്, എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ബാലേട്ടനെ കണ്ടിട്ടാണ് വരുന്നത് എന്നൊക്കെ, കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അലീനയെ അറിയിക്കുന്നുണ്ട്. എന്നിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. താഴേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ നമ്മുടെ കൃഷ്ണമോളും ബബിത ഉണ്ടാവും കേട്ടോ. അപ്പൊ ബബിത ചോദിക്കുന്നുണ്ട്, എന്താ വന്ന വഴിക്ക് അലീനോട് സംസാരം, അലീനോട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളൊന്നും എന്റെ അച്ഛന്റെ മക്കളല്ലേ, അച്ഛൻ എങ്ങനെയുണ്ട് എന്തായി എന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ, രോഹിയേട്ടൻ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ, രോഹിയേട്ടന്റെ കേസ് എന്തായി എന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ എന്നൊക്കെ ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഒന്ന് നിലത്ത് നിൽക്കും മകളെ,
നിന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്, നിന്റെ അച്ഛനും ഇപ്പൊ അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. നിനക്കുണ്ടായിരുന്ന ഒരു ചേട്ടനോ പീഡന കേസിൽ പോലീസ് സ്റ്റേഷനിലോ. ഇനിയെങ്കിലും നീ നിലത്തിറങ്ങി പെണ്ണേ എന്ന് പറഞ്ഞിട്ട് കുറച്ചടുക്കോ ഒതുക്കൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ജീവിക്കാൻ നോക്കുക എന്ന് പറഞ്ഞ് നല്ലൊരു കുറിക്കുകൊള്ളുന്ന മറുപടി പറഞ്ഞിട്ടാണ് ഗോവർദ്ധൻ ഇറങ്ങി പോകുന്നത് കേട്ടോ. അപ്പോ അത് ശരിക്കും ബബിതയ്ക്ക് ഇൻസൾട്ട് ആവുകയാണ് ചെയ്യാട്ടോ. ഗോവർദ്ധൻ തിരിച്ചു പോകുന്നുണ്ട്. അലീന വന്നിട്ട് ബബിതയോട് പറയുന്നുണ്ട്, ബബിതേ ഇനിയെങ്കിലും ഒന്ന് കൂട്ടായിട്ട് നിൽക്കാൻ ശ്രമിക്കുക, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കുറച്ചെന്തെങ്കിലും കേക്ക്. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഇത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കാൻ നോക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അലീനയോട് ബബിത പറയുന്നുണ്ട്, നിന്റെ വായിൽ നിന്ന് എനിക്ക് അച്ഛന്റെ സുഖവിവരോ ഏട്ടന്റെ കാര്യങ്ങളോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല പറഞ്ഞിട്ട് ബബിത ദേഷ്യപ്പെട്ട അകത്തേക്ക് പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ പോലീസുകാര് നമ്മുടെ അലീനേനെ അന്വേഷിച്ച് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനേനെ അന്വേഷിച്ച് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഈ വീട്ടിലെ വേലക്കാരിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന അതെ എന്ന് പറയുന്നുണ്ട്. നീ എത്ര കാലമായി ഇവിടെ ജോലിക്ക് നിൽക്കാൻ തുടങ്ങി എന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യൽ പോലെ. അവര് ശരിക്കും വന്നത് തെളിവെടുപ്പിനാണ്. തെളിവെടുപ്പിന് വന്ന് രോഹിത്തിന്റെ മുറിയൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു സംശയാസ്പദമായിട്ട് ഒന്നും തന്നെ രോഹിത്തിന്റെ മുറിയിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെയാണ് അവര് അലീനെ ചോദ്യം ചെയ്യുന്നത്. നീ എത്ര കാലമായി ഇവിടെ ജോലിക്ക് നിൽക്കാൻ തുടങ്ങി? അലീന പറയുന്നുണ്ട്, കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. രോഹിത് നിന്നോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്കാണ് എന്നാണ് അലീന മറുപടി കൊടുക്കുക കേട്ടോ. ഇതിനു മുന്നേ മോശമായ രീതിയിൽ ഹരിയോ രോഹിതോ നിന്നോട് പെരുമാറിയിട്ടുണ്ടോ എന്ന് അലീനയോട് ചോദിക്കുമ്പോൾ അലീന ഇല്ല എന്നുള്ള മറുപടിയാണ് കൊടുക്കുക കേട്ടോ. ഒരു തരത്തിലും നിന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല? ഇല്ല. നീ പിന്നെ കുറച്ച് മോശമായിട്ട് അലീനയോട് പോലീസുകാര് പെരുമാറുന്നുണ്ട്. അതിനു മുന്നേ അലീനെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് അവർ കൂട്ടിക്കൊണ്ടു പോകും. വിളിച്ചിട്ട് പറയും, നിന്നോട് കുറച്ചും കൂടി ചോദ്യങ്ങൾ വിശദമായി ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് ജീപ്പിൽ അലീനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ പേടിക്കണ്ട, ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ കഥകൊക്കെ അടച്ച് സുരക്ഷിതരായിട്ടിരുന്നോളൂ, ആര് വന്നാലും തുറക്കരുതെന്ന് പറഞ്ഞിട്ട് അലീന പോലീസുകാരോടൊപ്പം പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ മീഡിയക്കാരും കുറെ ആൾക്കാരും പ്രവർത്തകരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെയൊക്കെ വിചാരം അലീനേനെ പോലീസ് ജീപ്പിൽ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ അലീന ഇരയാണ്, അതിജീവിതയാണ് എന്നുള്ള രീതിയിലുള്ള ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയാണ്, കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയാണ് അലീന എന്നാണ് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കുക കേട്ടോ. അവർ അലീനയുടെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും കൂസാക്കാതെ അലീന അകത്തേക്ക് കയറുന്നുണ്ട്. കയറിയ വഴി നമ്മുടെ പോലീസ് ജയിലില് ഹരീനെയും ചുമര് ചാരി രോഹിത് നിൽക്കുന്നത് രോഹിത്തിനെ കാണുമ്പോൾ ശരിക്കും അലീനയുടെ നെഞ്ച് തകർന്നു പോവാണ് കേട്ടോ. കണ്ണൊക്കെ വീർത്ത് മുഖമൊക്കെ ആകെ ചുവന്ന് വിളറി വെളുത്ത് ആകെ ഒരുമാതിരി ക്ഷീണിച്ച് അവശനായിട്ടാണ് രോഹിത് ആ ജയിലിൽ നിൽക്കുന്നത്. അപ്പൊ തന്നെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പോലീസുകാർ നല്ല രീതിയിൽ അവനെ കൈകാര്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് ഇഞ്ച പരിവാക്കിയിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട് അവിടുത്തെ SI, നീ അവിടെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ അല്ലേ, നീ ഇതിനു മുന്നേ വല്ല അശ്ലീല വീഡിയോകളിലും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോ അലീനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വീണ്ടും ചോദിക്കുന്നുണ്ട്, ചോദിച്ചത് മനസ്സിലായില്ലേ, നീ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല. ഇവരിൽ ആരെങ്കിലും നിന്നോട് ഇതിനു മുന്നേ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനും അലീന ഇല്ല എന്നുള്ള മറുപടിയാണ് കേട്ടോ പറയാ. അപ്പോ പോലീസ് ആ SIക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഇവരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ആരെങ്കിലും, രോഹിത്തിനോടും ഹരിയോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും അലീനയോട് ഇതിനു മുന്നേ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് മറുപടി പറയുന്നുണ്ട്, ഉണ്ട്, ജ്യൂസിലെ മയക്കുമരുന്ന് കലക്കി കൊടുത്തിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പൊ നേരെ തിരിഞ്ഞ് അലീനയുടെ മുഖത്ത് നോക്കി SI പറയുന്നുണ്ട്, ഇത് സത്യമാണോ ചോദിക്കുമ്പോൾ അലീന ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ തന്നെ അലീനയ്ക്ക് മനസ്സിലായി ആ ഇടിച്ച ഇടിയില് ചെയ്ത എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറഞ്ഞു എന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. രോഹിത് പറയുന്നുണ്ട്, രോഹിത്തിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അന്ന് എന്താ സംഭവിക്കാന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, അന്ന് സ്വയം കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ട് അലീന രക്ഷപ്പെടുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നേരെ അലീനയുടെ നേർക്ക് തിരിഞ്ഞ് SI ചോദിക്കുന്നുണ്ട്, നീ അന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, അന്ന് നിന്റെ മൊഴി ഹോസ്പിറ്റലിൽ വന്ന് രേഖപ്പെടുത്തിയത് ഞാനായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് നിനക്ക് ഓർമ്മയുണ്ടോടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, ഉണ്ട്. നീ എന്ത് കാര്യത്തിനായിരുന്നു അന്ന് കുറ്റവാളികളെ
കാണിച്ചു തരാന്നില്ല, അന്ന് നീ കേസാക്കാൻ ഞാൻ തുറന്നു പറയാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇവരുടെ ഭാവി ഓർത്തിട്ടാണ്, ആ കുടുംബങ്ങളുടെ ഭാവി ഓർത്തിട്ടാണ്, അവരുടെ അച്ഛനമ്മമാരെയൊക്കെ ഓർത്തിട്ടാണ് ഞാൻ അന്ന് തുറന്നു പറയാഞ്ഞത് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവരുടെ ഭാവി എന്തായി? ഇപ്പൊ ഇവര് നല്ലവരായോ? ഇല്ലല്ലോ. അവരുടെ കുടുംബം നന്നായോ? ഒന്നുമില്ലല്ലോ. നീ കാരണം, നീ അന്ന് അത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇവര് അന്ന് ശിക്ഷിക്കപ്പെടുമായിരുന്നു. അങ്ങനെ പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ പെൺകുട്ടിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. അപ്പൊ നീയും തെറ്റുകാരിയാണ്. നീ അന്ന് ഇവരുടെ കുടുംബത്തിന് വേണ്ടി, ഇവർക്ക് വേണ്ടി, ഇവരുടെ ഭാവിയൊക്കെ വിചാരിച്ച് നീ ആ തെറ്റ് ചൂണ്ടിക്കാട്ടാത്തത് കൊണ്ട് തന്നെ അവരതിൽക്കും വലിയ തെറ്റ് ആവർത്തിക്കല്ലേ ചെയ്ത്. അപ്പൊ നീ അന്ന് അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ പെൺകുട്ടിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നല്ലോടി എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരൻ വളരെ മോശമായിട്ട് അലീനയോട് പെരുമാറുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അലീനയുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അലീനയ്ക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി അലീനയെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പൊ കേസുകൾ കൂടുകയാണ്. ഇതിനു മുന്നേയും ഈ പ്രതികൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊക്കെ പോലീസുകാർ കണ്ടെത്തുന്നുണ്ട്. എന്നാലും വഴിയെ അലീന രക്ഷിക്കുന്നുണ്ട്. രോഹിത് അതൊന്നും ചെയ്തിട്ടില്ല. പ്ലാനിങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആ തെറ്റ് രോഹിത് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുന്ന അലീനയും മനുവും ചേർന്ന് രോഹിത്തിനെ രക്ഷിക്കുന്നുണ്ട്. ഹരിശങ്കറൊക്കെ ജയിലിൽ ശിക്ഷ അനുഭവിക്കും കേട്ടോ. ഇപ്പൊ വരാൻ പോകുന്ന എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്